ഏതേതോ ഗന്ധർവന്റെയോട പുൽത്തണ്ടിൽ പാടാം പതിയേ നക്ഷത്രങ്ങൾ നാണം കൊള്ളും മാണിക്കക്കാറ്റിൽ പാടാം നിനക്കായി. ഒരു കാതിൽ കാറ്റായി മെല്ലെ കാതിൽ ചൊല്ലാമോ ഒരു കണ്ണീർ മുത്തായി താരാട്ടാമോ ഒരു കിന്നരഗാനം മൂളിയൊളിക്കും കുയിലിനു വേണ്ടി പാടാം അമ്പിളിമാലത്തന്തി നിലാവേ പോലെ ഒരു കൊമ്പിൽ നിറയെ കൂവളമൊട്ടുകൾ കോർത്തുമെടഞ്ഞതു നീട്ടാം കൈതവർ. അപ്പോൾ ഈ ദിവസത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫെബ്രുവരി 15-ാം തീയതിയാണ്. ഞാൻ ദിവസത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ എൻ്റെ ബർത്ത്ഡേ ആട്ടോ. അപ്പോൾ 18 വയസ്സായി നമുക്ക്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു സെലിബ്രേഷൻ എനിക്ക് ഭയങ്കര ചെറുപ്പം തൊട്ടുള്ള ഒരു ആഗ്രഹമാണെങ്കിൽ 18-ാം വയസ്സിൽ ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കേക്കൊക്കെ മുറിക്കുകയാണ്. വേറെ കുറേ പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ വീഡിയോയിൽ പറയാട്ടോ. അപ്പോൾ രാവിലെയൊക്കെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്യാൻ വേണ്ടി എന്തൊക്കെയോ ഞാൻ ഏറിയിലൊക്കെ എഴുതി വെക്കുന്നുണ്ട്. പഠിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ പ്ലാൻ ചെയ്തതാണ് മെയിനായിട്ട്. കേക്ക് മുറിക്കുന്ന കാര്യമൊക്കെ എഴുതുന്നുണ്ട്. പഠിക്കുന്ന കാര്യം നോക്കണ്ട ഗൈസ്. ഞാൻ ഈ ദിവസം ബുക്കേ തുറന്നിട്ടുണ്ടായില്ല. ഫുള്ളും ബർത്ത്ഡേയുടെ കാര്യമായിട്ട് അതിൻ്റെ പറയുക നടക്കണമായിരുന്നു. അപ്പോൾ ഈ ഒരു ദിവസം എനിക്ക് പ്രത്യേകിച്ച് പ്ലാനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എനിക്ക് ചെറുപ്പത്തിൽ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ആഘോഷിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ മോഡൽ എക്സാം എടുക്കാറായതുകൊണ്ട് അന്ന് ഫ്രണ്ട്സിനെ ഞാൻ അങ്ങനെ വിളിച്ചിട്ടുണ്ടായില്ല. അത് വേറെ ഒന്നുമില്ല കേട്ടോ ഗൈസ്. എൻ്റെ ഒരു ദിവസം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മോഡൽ എക്സാമാണ്. അപ്പോൾ എല്ലാവരും പഠിക്കുന്നതിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഫ്രണ്ട്സിനെ വിളിക്കാഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ കുറേ പേര് വിളിച്ചായിരുന്നു. എന്നാലും ഞാൻ കുറച്ച് പേരൊക്കെ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, വന്നാക്കൊള്ളാന്നൊക്കെ രീതിയിൽ. അപ്പോൾ രാവിലത്തെ ഫുഡിൻ്റെ കാര്യം നോക്കാം ഗൈസ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അടുക്കളയിൽ അമ്മ ഇങ്ങനെ ഉരുളക്കിഴങ്ങ് പൊരിക്കുന്നുണ്ട്, ഇങ്ങനെ ഫ്രഞ്ച് റൈസ് മാതിരി. അത് ഇങ്ങനെ വെളിച്ചെണ്ണയിൽ മുക്കിപ്പൊരിക്കുന്ന രീതിയിലല്ല, അല്ലാത്ത രീതിയിൽ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് പോയി കുറച്ചൊന്ന് എൻ്റെ പാകത്തിന് വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ തക്കാളിക്കറി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അടുത്തതായിട്ട് കുറച്ച് പ്രകൃതിരമണീയമായിട്ടുള്ള കുറച്ച് വീഡിയോ ക്ലിപ്സ് എടുത്ത് ഇൻട്രോയിൽ ഇടാമെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാൻ പോയപ്പോഴാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫോൺ ഫുൾ സ്റ്റക്കായിട്ട് കുറേ നേരം സ്റ്റക്കായിട്ട് എനിക്ക് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ സ്വിച്ച് ഓഫ് ആയി ഓണായി ജിയോ വെച്ച് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റീമെൻഷൻ അടിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് എന്തോ കൈസ് ഇങ്ങനെ മറ്റുള്ളൊരു സ്റ്റോറി ഇത് റീമെൻഷൻ അടിക്കണം എന്നാണ് എനിക്കൊരു ഇത്. കാരണം അവരത്രക്ക് എഫേർട്ട് ഇട്ടിട്ട് സ്റ്റോറി ഇടുന്നതല്ല. അപ്പോൾ എനിക്ക് റീമെൻഷൻ അടിക്കണം. പിന്നെ ഇത് കൈസ് എൻ്റെ ലോങ് ഡിസ്റ്റൻസ് കട്ട ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്ന ബർത്ത്ഡേ വിഷസ് ആണ്. എനിക്ക് എന്താ പണ്ടത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഐ മീൻ ഇങ്ങനെ ലെറ്റർ ആയിട്ട് അയക്കൽ, ഇങ്ങനെ പോസ്റ്റ് അടക്കി അയക്കൽ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് അറിയണോണ്ടാണ് എനിക്ക് അങ്ങനെ അയച്ചു തന്നിട്ടുണ്ടായി കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മൾ കേക്ക് മേടിക്കാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ഇൻസ്റ്റാ പേജിൽ നോക്കിയിട്ട് ഒരു കേക്ക് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കഷ്ടപ്പെട്ടോ കേക്ക് ഒപ്പിച്ചിട്ടുണ്ടായത്. കാരണം കുറേ ഇൻസ്റ്റാ പേജ് നോക്കിയിട്ടൊന്നും സെറ്റ് ആവണ്ടായില്ല. ചിലവരൊന്നും ഇപ്പോൾ കേക്ക് ഉണ്ടാക്കണില്ല എന്നൊക്കെയാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ കഷ്ടപ്പെട്ട് ഒപ്പിച്ചതാണ്. ഇവിടെ കൊടുങ്ങല്ലൂർ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് മേടിച്ചായിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്കൊക്കെ നമുക്ക് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കേക്കാണ് മേടിച്ചിട്ടുള്ളത്. എനിക്ക് കണ്ടീഷൻസ് എന്ന് വെച്ചാൽ എനിക്കൊരു വിൻറ്റേജ് ലുക്ക് വേണം, പിന്നെ കളർ യൂസ് ചെയ്യേണ്ടതായിരുന്നു. താങ്ക് യു കുട്ടാ. വേറൊന്നും കിട്ടിയില്ല. അത് മതി, വന്നൊരു സന്തോഷം. കേക്ക് ഒറ്റക്ക് മുറിക്കണമെന്ന് ആലോചിച്ചപ്പോൾ എന്തോ മതിരാണ്. അപ്പം ജസ്റ്റ് ഫ്രണ്ട്സിനെ വിളിച്ച് നോക്കിയപ്പോൾ അവർക്ക് ഒരു കുഴപ്പമില്ല, അവർ വരാമെന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ടായിട്ടോ. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നുകൊണ്ട് വീട്ടിൽ സ്നാക്സും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ അത് അടുത്തുള്ള ബേക്കറി പോയിട്ട് മേടിക്കണായിട്ടോ. പിന്നെ പലവരും എൻ്റെ അടുത്ത് ഇൻസ്റ്റയിൽ സ്റ്റോറിയൊക്കെ കണ്ടിട്ട് ചിലവെവിടെയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വീട്ടിലൊന്ന് കേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിലർ വരാമെന്നൊക്കെ പറഞ്ഞായിരുന്നു എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പലരും. പക്ഷെ ആരും വന്നിട്ടുണ്ടായില്ല കേട്ടോ. കണ്ട ഗായ്സ്, ബർത്ത്ഡേ ഗേൾ പോകുന്നു ഗായ്സ്. ഒരു കിറ്റും പിടിച്ചു. ഗിഫ്റ്റ് ചേട്ടൊന്നും ചെമ്പരത്തിയൊന്നായിരുന്നു. അതിന്റെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സൂക്ഷ്മ ഉള്ളതാണ് ഓസിന്. കഴിഞ്ഞ കൊല്ലം എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് ഗിഫ്റ്റായിട്ട് ഇങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുറച്ച് പൂക്കളും കാടും മടലൊക്കെ കേട്ടോ. അത് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. എനിക്ക് ഇങ്ങനത്തെ പൂക്കളൊക്കെ സൂക്ഷിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ 7ാം ക്ലാസ്സിൽ പോലും എൻ്റെ ഫ്രണ്ട്സ് തന്നിട്ടുള്ള സാധനങ്ങൾ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇലകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലത് കേൾക്കുമ്പോൾ പ്രാന്താന്ന് തോന്നുന്നുണ്ടാവും. എൻ്റെ ഒരു പെട്ടി തന്നെ ഉണ്ടോ കൈസിൽ ഫുൾ ഇങ്ങനെ ആരെങ്കിലൊക്കെ തന്നിട്ടുള്ള ഇങ്ങനെ ഓർമ്മകൾക്ക് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത് ഇങ്ങനെ മിഠായി കടലസൊക്കെയാണ്. അപ്പോൾ എന്താ അവിടെ കേക്ക് മുറിക്കുന്ന ചടങ്ങിലോട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ എനിക്ക് ഒറ്റക്ക് മുറിക്കണം എന്തോ മതി. ഒറ്റക്ക് മുറിക്കണമെന്ന് വെച്ചിട്ടാണ് ഈറ്റങ്ങൾ വിളിച്ചു വരുത്തത്. എന്നിട്ട് ഈറ്റങ്ങളാണ് കൈ പോലും പിടിക്കില്ല, അയിലേക്ക് പോലും മനില്ല. അങ്ങനെ ഈറ്റങ്ങളൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് നമ്മൾ കൈയൊക്കെ പിടിപ്പിച്ചു, കേക്ക് മുറിച്ചു കൈസ്. അപ്പോൾ ഒരു നല്ലൊരു സന്തോഷം തോന്നിയായിരുന്നു. അങ്ങനെതാ നമ്മൾ കേക്ക് ആദ്യം തന്നെ ഞാൻ ഐശ്വര്യമായിട്ട് കഴിക്കുകയാണ്. പൊതുവേ അടുത്തിക്കുന്നവർക്ക് കൊടുക്കണം എന്നാണല്ലോ, പക്ഷേ ഞാൻ അങ്ങനെയല്ല കൈസ്. എനിക്ക് ആദ്യം ഞാൻ തന്നെ കഴിക്കണം, കാരണം എൻ്റെ പുറത്തില്ല കൈസ്. അപ്പോൾ ഞാൻ സന്തോഷത്തിൽ കഴിച്ചു. അങ്ങനെ എല്ലാവർക്കും കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഫുൾ ഫാമിലിയും ഉണ്ട് കേട്ടോ. ഫാമിലിനെ കാണിക്കാൻ പലരും പറയാറുണ്ട്. അപ്പോൾ ഫുൾ ഫാമിലി ഉണ്ട്. എനിക്കാണെങ്കിൽ ചെറുപ്പത്തിൽ 18 വയസ്സിന് കുറേ ആഗ്രഹങ്ങളും കാര്യങ്ങളുണ്ടായിരുന്നു ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട്. പക്ഷേ കേക്ക് മുറിക്കുന്ന മാത്രമേ നമുക്ക് നടത്താൻ പറ്റുന്നുണ്ടായുള്ളൂ. അതിന് മെയിൻ റീസൺ വരുന്നത്
പോകുന്നത് നമ്മുടെ എക്സാം വന്നുകൊണ്ടാണ്. ഈ ഒരു സമയത്ത് എക്സാം വന്നുകൊണ്ട് അങ്ങനെ പുറത്തൊന്നും പോകാനൊന്നും പറ്റുന്നുണ്ടായില്ല. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കാര്യമായിട്ട് ചിലവ് കൊടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. ഒരു 3-4 വർഷം മുന്നേ ഞാനിങ്ങനെ 18 ആവാൻ വേണ്ടി ഞാനിങ്ങനെ എണ്ണി മാസങ്ങളും ദിവസങ്ങളൊക്കെ നോക്കുക കേട്ടോ. എനിക്ക് ചെറിയ പൈസ ആവും ഭയങ്കര ഇഷ്ടമാണ്. മീൻ 12, 16, 18 അങ്ങനെ കുറച്ച് ചെറിയ നമ്പേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ നമ്പറിൽ ആ പൈസ ആകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പൈസ ആണ് 18. നമുക്ക് 18 ഓക്കെ അത് പകരം പോയി ഇതല്ലേ മറ്റേ ഫോണല്ലേ നടല്ലേ എങ്ങനെയാണ് ബബിൾക്കത്തിൻ്റെ പിന്നെ അങ്ങനെ എൻ്റെ മറ്റാഗ്രഹം എന്ന് വെച്ചാൽ കേക്ക് മുറിക്കുമ്പോൾ അതിന് നടുക്കായിട്ട് 18 ഇങ്ങനെ എഴുതണം ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ സാധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബേക്കറിയിൽ നിന്ന് വെച്ച സാധനങ്ങൾക്ക് ഇവർക്ക് കൊടുക്കുകയാണ്. പിന്നെ അതൊക്കെയാണ് കൈസ് എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നത്. ഒരാളുടെ മുഖം കാണിക്കാൻ സമ്മതിക്കില്ല ഗൈസ്, അതുകൊണ്ടാണ് പകുതി വത്തം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടും വീഡിയോസൊക്കെ ആയിരുന്നു എടുക്കൽ. അപ്പോൾ ഇത് കുളത്തിൻ്റെ അവിടെ നിന്നിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തൊക്കെയോ കാണിച്ചു വിട്ടിട്ടുണ്ട് ഗൈസ്. അഭിനയിക്കുന്നത് ഫുൾ അഭിനയമാണ്. കേക്ക് മുറിച്ചായിട്ട് നമ്മൾ നേരെ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ എന്തെങ്കിലുമൊക്കെ കറങ്ങി തിരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഫ്രണ്ട്സ് വരുമ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ ഒന്ന് ഇറങ്ങണം വഴിയൊക്കെ നേരെ ചൊവ്വ. ഐ മീൻ പോവാത്ത വഴി കൂടെ ഇങ്ങനെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ എന്താണെങ്കിൽ കുറേ പട്ടിക്കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വന്നപ്പോഴാണ് ഒന്നിനെ കാണാനില്ല. ആരെങ്കിലൊക്കെ കൊണ്ടുപോയെന്നാണ് വിചാരിക്കുന്നത്. സേഫായിട്ട് ആരെങ്കിലൊക്കെ വീട്ടിലുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കാരണം എനിക്ക് ഐറ്റങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ പോകുമ്പോൾ അങ്ങനെ ബിസ്ക്കറ്റൊക്കെ മേടിച്ച് കൊടുക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞു പട്ടികളൊക്കെ കാണാൻ. വലിയ ഇഷ്ടമാണ്. അങ്ങനെയൊന്നുമില്ല. കണ്ണ് 2 കണ്ണ് ബാക്കിയോട് ഗൈസ് ഈ ഒരു ഭാഗമൊക്കെ എൻ്റെ വീടിൻ്റെ കുറച്ച് തൊട്ടടുത്താട്ടോ. പക്ഷെ ഞാനൊക്കെ ഈ ഏരിയയിലോട്ട് വല്ലാതെ ആദ്യമായിട്ടാണ്. കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുള്ളൂ. എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയല്ലോ. ഞാൻ എപ്പോഴും നോക്കിയാലും പുറത്തായിരിക്കുള്ളൂ. ഇങ്ങനെ പുത്തൻ സ്ഥലങ്ങൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യും. ഇങ്ങനെ കുറച്ച് പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളും പിന്നെ ഇങ്ങനത്തെ കുളവും അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകണമെങ്കിൽ പാടത്ത് പോകണം, അല്ലെങ്കിൽ തോട്ടിൽ പോകണം. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗൈസ് ഏറെക്കുറെ കുളമാണെന്ന് തോന്നുന്നു. ഞങ്ങൾ സ്പോട്ട് ചെയ്ത് നിൽക്കണു. നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുളിച്ചിട്ടുണ്ട്, പേടിക്കണ്ട. ഇല്ല കൂട്ട വേർത്തിട്ട് വിളിച്ചാണ്. കുളം തന്നെ ഇറങ്ങാൻ വഴി അടച്ചിട്ടേനു കേട്ടാ. ഞാനൊരു അമ്പലമൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു. കാണാനാകാൻ പാടില്ല. അതിനേക്കാൾ നന്നായിട്ട് ഞങ്ങ പാടും അല്ലേ ശ്രുതി? അതെ നല്ല സെറ്റ് സ്ഥലം ഗൈസ്. ബാക്ക്ഗ്രൗണ്ട് സാരിഗാമ, ഡിസ്കോ അപ്പുറം കോഴി. ഇവിടെ പാവപ്പെട്ട കൊച്ചിക്കുന്നു. അയ്യോ ക്ലിയർ ആയിട്ടോ. സന്തോഷ ജന്മദിനം നിക്കട്ടെ. താങ്ക്സ് കൂട്ടാ. ഇതൊന്ന് ക്ലിയർ ആണോ ലൂട്ടാ? അമർത്തി പിടിച്ചത് റോസാ ഭൂമിയൊക്കെ പോയി. പൊക്കി മേലോട്ടോക്കി കുറച്ച് ഇത് ഓക്കെ ഗൈസ്. നമുക്ക് ഫ്ലവർ വന്നിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അത് രാജു കഷ്ടപ്പെട്ട് പിടിച്ചതാണ്. ഇനി നമ്മൾ അങ്ങോട്ട് പോവോ അല്ലെങ്കിൽ ഇങ്ങോട്ട് പോവോ? നിങ്ങൾ ചൂസ് ചെയ്യൂ. ഓക്കെ. DJ കൂടെയൊക്കെ മറ്റേ ഇതിലല്ലേ കൂട്ട എനിക്കും വേണം. കൂട്ടി തരകേറ്റ് കുട്ടന്റെ വീടിന്റെ അത്ര ഒന്നും പിരിവില്ല. രാജിയുടെ വീട് 3 നില വീട്. മണ്ട കൊറ്റൊക്കെ ഒരു റൂം. എൻട്രി കൊള്ള ആരും നടന്നേ സ്ലോ മോഷനൊക്കെ വെക്കാം. അതന്നെ ഇവരുടെ വീട്ടായിട്ട് ഒന്നുകൂടെ കൂട്ടോ ഒരു പ്രാവശ്യം. ആരാധകർക്ക് വേണ്ടി ആരാധകർക്ക് ഫാൻസിന് വേണ്ടി കാണിക്കുക. ചേച്ചി ഓടി വരിക. പൂറയ്ക്കണോ പൂ പൊട്ടിക്കാൻ രാജു. ആരും കണ്ടിട്ടില്ല. ഒന്നും ആരും കണ്ടിട്ടില്ല. ക്യാമറ ഇല്ല. ഞാൻ വീഡിയോ ഇട്ട് വൈറലാക്കൂല.
എന്നെ പഠിപ്പിക്കാണ്ടിരിക്കേണ്ടി മിസ്സുമാരെ എല്ലാവരും കണ്ടോളൂ എന്നെ പഠിപ്പിക്കാണ്ടിരിക്കേണ്ടി രണ്ടെണ്ണം വിളിക്കണേ അതാരാണ് ശരി. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മളെ പട്ടി അമ്പിളി പോൽ പട്ടി സാറിന്റെ ട്രൂ ലബില നിക്കണത് സെറ്റ് ആക്കി കൊടുത്താലാ മുള്ളാണല്ലേ ഇല്ല കൂട്ടാ നിനക്ക് എന്തൊക്കെ കിട്ടി ഇന്നെന്തായാലും പട്ടിനും ഉമ്മക്കോളൂ നമ്മ അടുത്ത വഴി എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. മറ്റന്നാൾ പരീക്ഷ, പക്ഷെ ഞങ്ങളിവിടെ എക്സ്പ്ലോർ ചെയ്തെടുക്കണം. Because a single paper can decide our life, a future. ഇതാണ് നമ്മുടെ വഴി അങ്ങോട്ട് പോവാ ചാടാം. അത് വേറെ ഒന്നുമല്ലേ, നമ്മൾ ഒന്നും പഠിച്ചിട്ടില്ല. നമ്മൾ അടിക്കേണ്ട ഡയലോഗാണ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഡയലോഗ് അടിക്കാറില്ല. അതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. എന്തായാലും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇത്രയുള്ള അടുത്ത് നല്ലൊരു വീഡിയോ ഇട്ട് കാണാൻ തന്നെ. സോ താങ്ക് യു ഫോർ വാച്ചിങ് എ വീഡിയോ. ബൈ ഗൈസ്.